ഇവിടെ ഉണ്ടല്ലേ? ഞാൻ താഴെ കൃഷ്ണയുടെ കാണുവാടാ. നമ്മളെ കൃഷ്ണ എന്തെല്ലാം സ്ഥിതി ഇനിയും കൊറോണ വന്ന ഉള്ള നാട് പിന്നെയും കൂടി ആളാകെ വെറുതെ ഭയങ്കര സംഭവം കഴിഞ്ഞു. പൈപ്പിന്റെ അടുത്ത് പോയി കയ്യും അത് ശരി. ഈ കൊറോണ വന്ന കൈകൾ കഴിഞ്ഞത് വലിയ സംഭവമായിരിക്കും കേട്ടാ. നമ്മളെ മലയാളമൊക്കെ വലിയ ഇതാവുന്നത് നമ്മളെന്തെന്ന് ഇയാള് വൃത്തിയും കൊടുക്കുന്ന കാലത്ത് വലിയ സംഭവമായിട്ടാണ്. ഇത് പിന്നെയാ സംഭവം തിരിഞ്ഞിരുന്നത് നമ്മള് ഇത് ഒന്നിനും രണ്ടിലും പോയി കഴിഞ്ഞാൽ കൈ കഴിയുന്ന കാലത്ത് നമ്മള് ഭയങ്കര അവതാ സംഭവം അത് ഇന്നലെ തിരിയുന്നേ. നീ വിചാരിച്ചോക്കടോ അമ്മ കൈകല്ല കഴിയുന്നേ. എന്താണോ എല്ലാം കൂടി കഴിഞ്ഞോ. പിന്നെ 10 കൊല്ലം കൊണ്ട് കയ്യ 2-3 മാസം കൊണ്ട് നമ്മള് കഴിയുന്നേ. ഇനി വിചാരിച്ചോ കയ്യെല്ലാം കൂടി കൈ തയഞ്ഞോടാകെ എന്ത് ഒന്നും പറയണേ. എന്താടാ കണ്ണെന്താ ചൂടൊക്കെ എന്ത് പറ്റി? ഒന്നും പറയണ 2 മാസം ഉറങ്ങിച്ചു. എന്തേലും ഒന്നുകൂടെ പിന്നെ ചൂട് മാറി ചൂടിന്റെ വർഷം പിന്നെ വർഷം തന്നെ ഞാനൊന്ന് ചൂടാകും നോക്കിയാടോ. എങ്ങനെ നമ്മളെ ബീവറെ തുറഞ്ഞില്ല സംഭവം ഒന്നുണ്ടായേ. ബീവറെ തുറന്ന് പണ്ടത്തെ ആടെ പോയിട്ട് അപ്പാടെ ഓടിപ്പോയിട്ട് അതിനൊന്നും സാധനം വാങ്ങാൻ പറ്റുവാ? ഇവിടെ ആടെ പുതിയ സമ്പ്രദായം ഉണ്ടാക്കില്ലേ, പുതിയ സിസ്റ്റോ, പുതിയ ആപ്പ് ഉണ്ടാക്കില്ലേ? അറിയാത്ത പോലെ സത്യം നടക്കാറുണ്ടോ? ഇവിടെ ഈ ആപ്പാണ് ഞാൻ ഈ പാപ്പിലാണോ ഇവിടെ ഇത് സംഭവം. ഇത് കിട്ടണമെന്ന് ഇറങ്ങി ഇത് മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് ടോക്കൺ എടുത്ത് ആടെ പോയ സാധനം കിട്ടുള്ളൂ. ഞാനിതിന്റെ 2 ദിവസമായി കുത്തി എനിക്ക് സംഭവം ടോക്കൺ കിട്ടുന്നില്ല. ഏടെ കിട്ടുന്നടോ. പിന്നെ ഞാൻ പറയാ നമ്മളെ ചെറിയ പിടം പറഞ്ഞ നമ്മളെ ഭവിഷ്യ നിഗമില്ലോ പാലാടന്റെ എന്നോട് പറയാ നിങ്ങളെ കുത്തിക്ക് ഞങ്ങൾക്ക് സാധനം കിട്ടിക്കാൻ പോയാ തമാശയാക്കണോ. എനക്കാകെ നമ്മൾ വിചാരിച്ചു നിങ്ങളെല്ലാം കഴിച്ചു തുടങ്ങിയ ശേഷം എത്ര കഴിഞ്ഞിട്ടാണ് പിള്ളമാരെ കഴിച്ചു തുടങ്ങിയ എന്നിട്ട് കിട്ടി ഓലക്ക് കിട്ടി കഴിച്ചിട്ട് എന്നോട് എന്റെ മുന്നിൽ കൂട്ടില്ല കഴിച്ചിട്ട് പറഞ്ഞു എനിക്ക് കിട്ടാ അല്ലെ കഥ പറഞ്ഞ ഞാൻ എന്നോട് വേറെ കിട്ടുന്നത്. ഞാൻ അങ്ങനെ എന്തായാലും ബാക്കി ഒരു ബ്ലാസിക്ക് കുത്തും കാണിച്ചു ഡൗൺലോഡ് ആക്കിയിട്ട് സംഗതി പിന്നെയും പ്രശ്നമല്ലേ. ഇവിടെ ഇത് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊന്നും സാധനം കിട്ടൂലത് ഡൗൺലോഡ് ആകുമ്പോ. ഇവിടെ ഇത് നോക്കുമ്പോ സംഭവം എന്താ മനസ്സിലാന്നേ, ഇവിടെ ഇത് പാതിരാക്കും പൊച്ചക്കലും കുത്തിയ സാധനം ടോക്കൺ കിട്ടുമ്പോഴോ അതിന് അത്ഭുതം അറിഞ്ഞ് സാധാരണ നമ്മള് 2 അടിച്ചാൽ നമുക്ക് ഉറങ്ങൂലാവും. ഇതിപ്പോ 2 അടിക്കണ ഉറക്കേണ്ട അവസ്ഥയല്ലേ പാതിരാക്കുന്ന പൊച്ചക്കൽ ഇതെന്ന് ഇനി പറയുന്നേ. പക്ഷെ എന്തായാലും എനിക്ക് പലതൊരു ഇൻസൾട്ടായി കിട്ടിയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അതിന്റെ സംഭവമാണോ ഇനി സംഭവം. ഞാൻ ഇന്നലെ 2:30 മണിക്ക് ഞാൻ എന്താ മേക്കില്ല അലാറം വെച്ച് കിടന്നു. ഓടാറുണ്ട അല്ലെങ്കിൽ വെക്കട്ടെ ഇനി അലാറം വെച്ച് ഞാൻ കിടന്നു. പ്രശ്നമൊന്നുമില്ല. ഞാൻ കുത്തിക്കൊണ്ട് നിന്ന് ഒരു 2:45 ഏകദേശം 3 മണിയായിട്ടുണ്ടാവും. ഒരു 3 മണിയൊക്കെ തന്നെ സംഭവം. 3 മണിയായിട്ടാണ് ഓളെന്തോ കുഞ്ഞെ തിരിഞ്ഞാൽ മറിഞ്ഞാൽ കിടക്കാൻ മാറ്റും. ഓളിത് കണ്ട് എന്റെ മൊബൈലിലെ വെളിച്ചത്തിൽ എന്റെ വീട് കണ്ട് ഇവിടാകെ പേടിച്ച് പ്രശ്നമായി. അട്ടോട് ഇങ്ങേപ്പുറത്തെ മുറിയുന്ന അച്ഛനും അമ്മയും വന്ന് ആകെ പ്രശ്നമാണ്. കുഞ്ഞം കഴിഞ്ഞ പ്രശ്നം ഇവിടെ അമ്മക്ക് എന്ത് പേർച്ചയ്ക്ക് അച്ഛനാണ് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ എന്തായി ഓളിഞ്ഞി പറയാ ഇങ്ങോട്ട് ഓള് പറയാ എന്നോട് പിന്നെ നിങ്ങളത് പെണ്ണ് ചാറ്റിയാണ്. ഇനി വിചാരിച്ച ഓരോ ആപ്പോഴുള്ള പ്രശ്നം തന്നെ ആകെ പ്രശ്നം അലമ്പായി മനെ. അങ്ങനെ ഇനി അറിഞ്ഞ് ടോക്കനും കിട്ടിയില്ല, കള്ളും കിട്ടിയില്ല, ഓളും പോയി. ഞാനാകെ ആപ്പിലായി. ഇവിടെ ഇങ്ങനെ പറയുന്നത് ഞാനിപ്പോ എന്താ ചെയ്യാ? ഓളിപ്പോ ഓളാടെ പോരോ ഓൾ ഇന്ന് രാവിലെ ചോദിച്ചോടെ പോയില്ലേ കൂട്ടിക്കൊണ്ടു. ഇതിപ്പോ ഇനി വേക്കണ്ട വേഗം വരുന്നു. ഇതിപ്പോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളത്തെ നോട്ടെ ഇത് ഒരു ചൂരിദാറോ മാക്സിയുടെ മോയില് മേലെ സോപ്പിട്ടാക്കണോ. പക്ഷെ ഇതില് വേറൊരു പ്രശ്നം കിടക്കുന്നില്ലേ. ഇവിടെ ഓളിപ്പോളാടാ ഞാൻ ഇവിടെ ഓള് പറയാം നിങ്ങളെ ആൾക്കാർത്തിനോ ഞാൻ ഇവിടെ നിൽക്കും. ഇല്ല നിങ്ങൾ ബർച്ച് വെക്കൂല വലുത്. ഞാൻ നോക്കാൻ ചെയ്യാം. ഞാൻ നാളെ മുതൽ നിങ്ങളെ ബർച്ചിലെ ഭർത്താവായിക്കളെ എന്ന് എങ്ങനെ ഉണ്ടാവും? ഇനി വിചാരിച്ചേക്കൂടെ ഓരോരോ ആപ്പ് കൊണ്ട് കിട്ടുന്ന സംഭവം. ഈ ഒരു കൊറോണ വരുന്നു, ഒരു ആപ്പ് ഉണ്ടാവുന്നു, ഈ ആപ്പ് കൊണ്ട് നമ്മൾ ആപ്പിലാവുന്നു വിചാരിച്ചിക്കോ. എന്തൊരു പുലിവാലയുടെ സംഭവം. പക്ഷെ എന്റെ പ്രശ്നം അറിഞ്ഞു ഞാനും ആപ്പിലായി. പക്ഷെ എന്റെ മീശ ഇനി സംഭവം അറിയില്ലേ ഇനി പഠിച്ചോനെ ഇനി ആരും ഇങ്ങനെ നമ്മള് ഈ വെർച്വൽ ഭർത്താവായി പോറയാണ് എന്റെ പ്രാർത്ഥന. അത്രേ പറയുള്ളൂ.